രാക്ഷസനാണ്. നീ പേടിക്കണ്ട സുബല, കൃഷ്ണൻ അവനെ നോക്കിക്കോളും. ഞങ്ങളൊരു വലിയ അലർച്ച കേട്ടല്ലോ. നിങ്ങൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ഈ ആപ്പിൾ നിങ്ങൾക്ക് വേണ്ടി പറിച്ചതാ. അതുപോലെ അവനെയും അടിച്ചു വീഴ്ത്തി. വേണ്ട, ഈ പഴമൊന്ന് പിടിച്ച ബലരാമ. മറ്റൊരാൾ ഭക്ഷണമാവുന്നതിന് മുമ്പ് എനിക്കൊരിടത്ത് എത്തണം. അമ്മേ, നിന്റെ തീരുമാനം തെറ്റായി. കൃഷ്ണ, എന്തുകൊണ്ട് ഈ പശുവിനെ തിന്നുകൂടാ? കിടാവിനെ കാണാൻ സമ്മതിച്ചാൽ അവൾ എനിക്ക് ആഹാരമാകാമെന്ന് വാക്ക് തന്നിരുന്നു. അവൾ സത്യസന്ധയാണ്, വാക്ക് പാലിച്ചു. അതിനുള്ള സമ്മാനം കൊടുക്കേണ്ടതല്ലേ? എന്നാൽ കിടാവിനെ ഞാൻ തിന്നും. പക്ഷെ താര സ്വന്തം ജീവനെ വില കൽപ്പിക്കാതെ അമ്മയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറായി. ആ ത്യാഗത്തെ നീ ആദരിക്കേണ്ടതല്ലേ? ശരി, അങ്ങനെ ആവട്ടെ. എങ്കിൽ ഞാൻ ഈ വയസ്സനെ തിന്നുകൊള്ളാം. ഞാൻ കരുതി കടുവകൾ മാന്യന്മാരാണെന്ന്. നിന്നോട് എതിർക്കാൻ ശരീരത്തിൽ ഒരല്പം പോലും ശക്തിയില്ലാത്ത ഈ വയസ്സനായ മനുഷ്യനെ തിന്നാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? എന്നോട് ക്ഷമിക്കണം കൃഷ്ണ, മാന്യനായ മൃഗമാകാതെ രാക്ഷസനായതിന്. പ്രിയപ്പെട്ട കൃഷ്ണ, ഞാൻ എങ്ങനെയാണ് അങ്ങയോട് നന്ദി പറയേണ്ടത്? പ്രിയപ്പെട്ട താരയെ രക്ഷിച്ചതിന്. ഈ കിടാവിനെ നിന്നെപ്പോലെ സുന്ദരിയായി വളർത്തിക്കൊണ്ട് വാ ബഹുല, നിനക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. നിന്റെ സത്യസന്ധതയ്ക്കും ത്യാഗത്തിനും പകരമായി ഈ വനം ഇന്നു മുതൽ ബഹുലാവനം എന്നറിയപ്പെടുന്നതായിരിക്കും. വിട്, എന്നെ ഇങ്ങനെ ഇക്കിളിയാക്കല്ലേ. അതിനു പകരമായി ഈ പഴത്തിന്റെ പിന്നാലെ ഓട്.